നമസ്കാരം, സൈടെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേതകഥകൾ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ചിലതൊക്കെ നമ്മൾ വിശ്വസിക്കും, ബാക്കി ഭൂരിഭാഗവും നമ്മൾ ചിരിച്ച് തള്ളിക്കളയും, വെറുതെ ആണെന്നും പറഞ്ഞ്. പക്ഷേ എനിക്ക് കേട്ടിട്ട് ഒട്ടും തന്നെ ചിരിച്ച് തള്ളിക്കളയാൻ തോന്നാത്തൊരു കഥയാണ് അന്നാബെല്ലയുടേത്. അന്നാബെല്ല എന്നുള്ള വാക്കും ആ ഒരു പാവയെപ്പറ്റിയും ഇവിടെ കൂടുതൽ പേര് പറയുന്നത് കൊഞ്ചറിങ് അന്നാബെല്ല 1-2 എന്നൊക്കെ പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ്. ആ സിനിമ എന്ന് പറയുന്നത് ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും നടന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിനിമയാണ് അന്നാബെല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു യഥാർത്ഥ കഥ, ആ ഒരു പാവയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പ്രേതം പിടിച്ചൊരു പാവ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം, അതായത് ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്കൊന്നെങ്കിൽ ഇത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് തന്നെ നിങ്ങൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ്. ഞാൻ ജസ്റ്റ് ആ നടന്ന കഥ പറയുന്നു എന്ന് മാത്രം. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ഈ സംഭവം നടന്നിട്ട് 50 വർഷത്തോളം കഴിഞ്ഞു. ശാസ്ത്രവും മറ്റ് ടെക്നോളജികളൊക്കെ ഒരുപാട് വളർന്നിട്ടും ഈ ഒരു കാര്യത്തിന് മാത്രം ഇന്നും ഉത്തരവില്ല. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. പിന്നൊരു കാര്യം പറയുവാണെങ്കിൽ, ഈ ഒരു പാവ നമുക്കിന്നും കാണാൻ സാധിക്കും. എഡ് ലോറൻസ് മ്യൂസിയം, അതായത് മൊണേറോയിലെ എഡ് ലോറൻസ് മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയത്തിൽ ചെന്നാൽ ആർക്ക് വേണമെങ്കിലും ഈ യഥാർത്ഥ അന്നാബെല്ല എന്ന് പറയുന്ന പാവ കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. 1964 ഡോണ എന്ന് പറയുന്ന 26 വയസ്സുള്ള പെൺകുട്ടിക്ക് തൻ്റെ അമ്മ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു പാവ നൽകുവാണ്. ഈ പെൺകുട്ടി നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു, ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഒരു കൂട്ടുകാരിയായിട്ടായിരുന്നു താമസിച്ചിരുന്നത്, ഏഞ്ചി എന്ന് പറഞ്ഞ്. അങ്ങനെ ഡോണ ഈ പാവെ, തൻ്റെ പ്രിയപ്പെട്ട അമ്മ തന്ന പാവെ അവളുടെ മുറിയിൽ കൊണ്ട് വയ്ക്കുവാണ്. അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് കട്ടിലിൻ്റെ ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കുവാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവരെന്തോ ഒരു അസ്വാഭാവികത കണ്ടു തുടങ്ങിയത്. അതായത് ഇവർക്ക് തോന്നുവാണ് ഈ പാവ കുറച്ച് മുമ്പ് ഇരുന്ന സ്ഥലത്തല്ല പിന്നീട് ഇരിക്കുന്നതെന്ന്. അതായത് അതിൻ്റെ ലൊക്കേഷൻ മാറുന്നതായിട്ട് ഇവർക്ക് തോന്നി. കട്ടിലിൻ്റെ ഇടത്ത് വശത്താണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കട്ടിലിൻ്റെ വലത്ത് വശത്തായിരിക്കും. ഈ ഒരു കാര്യം ആദ്യം ഡോണയാണ് ശ്രദ്ധിച്ചത്. അവൾ തൻ്റെ കൂട്ടുകാരിയായ ഏഞ്ചിയോടും ഈ കാര്യം പറഞ്ഞു. പക്ഷേ ഏഞ്ചി തൊട്ടും വിശ്വസിച്ചില്ല. അങ്ങനെ ഇവർ ഈ കാര്യം ശരിയാണോ നോക്കുന്നതിന് വേണ്ടി, അതായത് ഇവർക്ക് സംശയമുള്ളത് വേറെ ആരെങ്കിലും എടുത്തു വന്ന് മാറ്റി വയ്ക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മുറി പൂട്ടിയിട്ട് പുറത്തു പോയി, ഒരു പൊസിഷനിൽ വെച്ചിട്ട് പാവ. പക്ഷേ ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു ഇവർ തുറന്നു നോക്കിയപ്പോൾ കണ്ടത്. ഈ പാവയുടെ പൊസിഷൻ മാറിയിരിക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ കൈയും കാലമൊക്കെ കുറുകെ, അതായത് ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവരെ ഇത് വളരെ ഭയപ്പെടുത്തി. അതായത് ആർക്കും തന്നെ ഭയമുണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് തിരിച്ചു നോക്കുക, നിങ്ങളിതുപോലെ മേടിച്ചു വയ്ക്കുന്നൊരു പാവ വന്ന് നോക്കുമ്പോൾ കട്ടിലുള്ളത് കസേരയിരിക്കുന്നു, കസേര വെച്ചത് കട്ടിലിരിക്കുന്നു, മുറി പൂട്ടിയിട്ടുമാണ് പോയത്. അങ്ങനെ ഇവർ ആകെപ്പാടെ ഭയപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യം ഇവർ ഏഞ്ചിയുടെ ബോയ് ഫ്രണ്ടായ ലൂവിനോട് പറഞ്ഞു. അപ്പോൾ ലൂ വന്നിട്ട് പറഞ്ഞു, ഈ പാവ കാണാൻ എന്തോ ഒരു വികൃതമായിരിക്കുന്നു, ഈ പാവയെ നമുക്ക് കളയാം, ഇത്ര ശല്യം ഉണ്ടാക്കുന്നതല്ലേ. പാവയുടെ ഒരു ഇഷ്ടമില്ലായ്മയാണ് പുള്ളി പ്രകടിപ്പിച്ചത്. പക്ഷേ ഡോണ ഇതിന് സമ്മതിച്ചില്ല. കാരണം അവളുടെ അമ്മ കൊടുത്തതല്ലേ, അവൾക്കത് ഉപേക്ഷിക്കാൻ പറ്റിയില്ല. കാരണം ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവൾക്ക് ആ പാവയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ പാവ കൂടുതൽ കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. എന്തെന്ന് പറഞ്ഞാൽ പാവയുടെ മേത്ത് ചോരപ്പാടുകൾ കണ്ടു തുടങ്ങി, കയ്യിലും കണ്ണിൽ നിന്നൊക്കെ ആയിട്ട്. വേറൊരു കാര്യം സംഭവിച്ചെന്തെന്ന് പറഞ്ഞാൽ ഇവരുടെ മുറിയിൽ ചെറിയ ചെറിയ എഴുത്തുകൾ കണ്ടു. അതായത് ഒരു ബട്ടർ പേപ്പറിലാണ് എഴുത്തുകൾ കണ്ടത്. സേവ് ലൂ, ഹെൽപ്പസ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ എഴുത്തുകൾ. ഈ കാര്യം കൂടി സംഭവിച്ചതോടെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നായി. അത്രത്തോളം പേടിയായി. കാരണം ഇവർ രണ്ടുപേരും മാത്രം കഴിഞ്ഞിരുന്ന ഒരു മുറിയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നത്. അങ്ങനെ ഡോണയും ഏഞ്ചിയും ലൂവും കൂടെ ചേർന്ന് ഒരു വിച്ച് ഡോക്ടറെ സമീപിക്കുകയാണ്. നമുക്ക് മന്ത്രവാദി എന്നൊക്കെ വിളിക്കാം, അതൊരു ജൂയിഷ് മെത്തേഡാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിനെ മീഡിയം എന്നാണ് ഇവരെ പറഞ്ഞിരുന്നത്. അതായത് പ്രേതമായിട്ട് സംബന്ധിക്കുന്നവർ എന്നുള്ള രീതിയിലാണ് മീഡിയം എന്നുള്ള വാക്കോട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ മീഡിയം ഇവരുടെ ആ ഒരു വീട്ടിൽ വരുവാണ്, ഇവർ താമസിച്ചിരുന്ന ആ ഒരു മുറിയിൽ വരുവാണ്. അദ്ദേഹം കുറേ കർമ്മങ്ങളൊക്കെ നടത്തി ഇവരോട് പറഞ്ഞെന്തെന്ന് പറഞ്ഞാൽ ആ ഒരു മുറിയിൽ, ആ ഒരു പാവയിൽ ഒരുപാട് പാരാനോർമൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെന്നാണ്. അതായത് പ്രേതബാധയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം ഇവരോട് ഈ പാവയുടെ കഥ, പാവയുടെ മേത്ത് കൂടിയിരിക്കുന്ന ആ ഒരു പ്രേതത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ 7 വയസ്സുള്ള അന്നാബെല്ല എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പ്രേതമായിരുന്നു ഈ ഒരു പാവയുടെ മേത്ത് കൂടിയിരുന്നത്. ഈ അന്നാബെല്ലയുടെ കഥ നോക്കുവാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കെട്ടിടം, ഇവർ താമസിച്ചിരുന്ന ഈ ഒരു ബിൽഡിംഗ് നിന്നിരുന്ന സ്ഥലം ഒരു ചതുപ്പ് നിലമായിരുന്നു. അന്ന് ഈ 7 വയസ്സുള്ള കുട്ടിയുടെ ശരീരം ഏതോ ആക്സിഡൻറ്റിൽപ്പെട്ട് അവിടുന്ന് കണ്ടെടുക്കുവാണ്. ആ കുട്ടിയെ ആ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്തു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടിയുടെ പ്രേതം ഈ പാവയിൽ വന്ന് കൂടുവാണ്.
അതുകൊണ്ടാണ് ഈ പാവ ഇതുപോലെ ആക്ടിവിറ്റീസ്, പാരാനോർമൽ ആക്ടിവിറ്റീസ് കാണിച്ചത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. 7 വയസ്സുള്ള കുട്ടിയുടെ ആത്മാവാണ്. അച്ഛനും അമ്മയൊക്കെ നോക്കി വളർത്തുന്ന പ്രായം. നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഇതായിരിക്കും: ചെറുപ്പത്തിലേ മരിച്ചുപോയ കുട്ടി, അച്ഛനും അമ്മയും ആരുമില്ല, അതുകൊണ്ട് ആരെങ്കിലും തുണ വേണമെന്ന് തോന്നും ആ ഒരു ആത്മാവിന്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിരിയായിരിക്കാൻ പറ്റത്, പക്ഷേ അത് തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത്. ആരുമില്ലാത്ത അവസ്ഥയിൽ ഒരു കുട്ടിയുടെ മനസ്സുള്ള ആത്മാവായിരുന്നു ശരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ കൂടുവാണ്. 26 വയസ്സുള്ള 2 യുവതികളുടെ കൂടെ ഈ ആത്മാവ് ആ പാവയിൽ കൂടുവാണ്. മന്ത്രവാദി ഈ കഥ ഇവരോട് പറഞ്ഞപ്പോൾ ഇവർക്ക് പേടിയല്ല, മറിച്ച് സഹതാപമാണ് തോന്നിയത്. ആ കുട്ടിയുടെ അവസ്ഥയോർത്ത്, ആ ഒരു ആത്മാവിൻ്റെ മനസ്സിനെ ഓർത്ത്. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞു ഈ പാവ കളയണ്ട, ഇവിടെ തന്നെ വെച്ചോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ, ഈ ഒരു നീക്കം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ അമ്മ തന്ന ഗിഫ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ മന്ത്രവാദിയെ പറഞ്ഞു വിട്ടു. അതായത് ആ പാവ അവരാ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ആ പാവ പല പല അക്രമാസക്തമായ സ്വഭാവങ്ങൾ കാണിക്കുമായിരുന്നു. അതായത് ആൻജിയുടെ ബോയ് ഫ്രണ്ട് ലു ഒരു ദിവസം ഈ വീട്ടിൽ ഉറങ്ങാൻ കിടക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചു. ഇത് സ്വപ്നമായിരുന്നോ സത്യമായിരുന്നോ എന്ന് ഇന്നും അദ്ദേഹത്തിന് റിക്കോൾ ചെയ്ത്, അതായത് ഓർത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. സംഭവിച്ച കാര്യം ഇങ്ങനെയായിരുന്നു: അദ്ദേഹം കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും കാലിലെന്തോ തടയുന്നതായിട്ട് തോന്നി. നോക്കിയപ്പോഴേക്കും ഈ അന്നാബെല്ലയുടെ പാവയാണ്. അദ്ദേഹം ആ പാവ എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഈ പാവ ഉയർന്ന് നെഞ്ചിൻ്റെ ഒപ്പം വന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുക്കെ കുത്തിപ്പിടിക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടായി, അതായത് പെട്ടെന്ന് ബോധം പോയി, ബോധം മറഞ്ഞു. പിന്നീട് എഴുന്നേക്കുന്നത് രാവിലെയാണ്. സംഭവിച്ചത് സ്വപ്നമാണോ സത്യമാണോ എന്ന് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. അപ്പോൾ ഈ കാര്യം അദ്ദേഹം തെളിയിക്കാൻ തീരുമാനിച്ചു. അതായത് അദ്ദേഹത്തിന് കണ്ടുപിടിക്കണം തോന്നി. അങ്ങനെ അടുത്ത ദിവസം വേറൊരു സംഭവം നടക്കുകയാണ്. അതായത് ഈ ഒരു ആൻജിയുടെ റൂമിലിരുന്ന് ഇദ്ദേഹം ഒരു റോഡ് ട്രിപ്പിൾ പ്ലാൻ ചെയ്യുവാണ്. പെട്ടെന്ന് ഡോണയുടെ റൂമിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുവാണ്, നല്ല ഉച്ചത്തിലുള്ള കരച്ചിൽ. അപ്പോൾ ഇദ്ദേഹം ആ റൂമിൽ പോയി നോക്കി. ഡോണ അവിടെ ഇല്ലായിരുന്നു, ഡോണ പുറത്തു പോയിരിക്കുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് അന്നാബെല്ലയുടെ പാവ മാത്രമാണ്. അദ്ദേഹം അവിടെ ഇങ്ങനെ പകച്ച് അന്താളിച്ച് നിൽക്കുവാണ്. പെട്ടെന്ന് സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ലൈറ്റ് അവിടുത്തെ മിന്നി മറയുകയും ഇദ്ദേഹത്തെ ആക്രമിക്കപ്പെടുകയുമാണ് ചെയ്തത്. ഇദ്ദേഹം ആക്രമിക്കപ്പെട്ടു. അതായത് ഇദ്ദേഹത്തിൻ്റെ പുറത്ത് ആരോ മാന്തിയ പോലെയാണ് ഇദ്ദേഹത്തിന് തോന്നിയത്. ലൈറ്റ് വന്ന് പരിശോധിച്ചപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ പുറത്ത് 7 നഖത്തിൻ്റെ പാടുകളുണ്ടായിരുന്നു. 3 എണ്ണം ലെഫ്റ്റ് ആൻഡ് റൈറ്റും 4 എണ്ണം അപ്പ് ആൻഡ് ഡൗണുമായിട്ട്. കൂർത്ത നഖമുള്ള കൈവച്ച് മാന്തിയ പോലത്തെ 7 പാടുകൾ. ഈ പാടുകൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അപ്രത്യക്ഷമാവുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നാം, പക്ഷേ നടന്ന കാര്യമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് റിയാലിറ്റി ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ, യാഥാർത്ഥ്യങ്ങൾ കെട്ടുകഥകളേക്കാൾ വിരുദ്ധമായിരിക്കുമെന്ന്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനിയാണ് ഈ കഥയിലെ ഹീറോസ് എന്ന് വിളിക്കാവുന്ന 2 പേര് കടന്നു വരുന്നത്: എഡ് ആൻഡ് ലോറൻസ് വാറൻ. വാറൻ ദമ്പതികൾ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഭാര്യയും ഭർത്താവുമായിരുന്നു. ഇവരെന്ന് പറയുന്നത് പ്രേതങ്ങളെപ്പറ്റി പഠിക്കുന്നവരായിരുന്നു. 1000-ൽ പരം കേസുകളാണ് ഇവർ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിലെ എഡ് എന്ന് പറയുന്ന ആൾക്ക് അതായത് ഡിമോണോളജിയിൽ പ്രേതങ്ങളെപ്പറ്റി പഠിക്കുന്ന വിഭാഗങ്ങളിൽ ഡോക്ടറേറ്റ് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ ഒരു ബിൽഡിങ്ങിൽ, ഈ ഒരു കെട്ടിടത്തിൽ, അതായത് ഡോണയും ഏഞ്ചിയും താമസിച്ചിരുന്ന ഈ ഒരു സ്ഥലത്ത് വരുവാണ്. അവർ ഈ ഒരു പാവയെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തി. അവസാനം ഇവരോട് ഈ 2 പെൺകുട്ടികളോട് പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ പാവ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ആപത്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ പാവയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഡോണയുടെ ശരീരത്തിൽ കയറിക്കൂടാനാണ്. അതുകൊണ്ട് തന്നെ ഈ പാവ ഇവിടുന്ന് എത്രയും വേഗം മാറ്റേണ്ട കാര്യമുണ്ട്. പെൺകുട്ടികൾ ഈ കാര്യം സംബന്ധിച്ചു. ഈ വാറൻ കപ്പിൾസ് ഈ ഒരു പാവയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഇവരുടെ വീടെന്ന് പറയുന്നത് ആക്ച്വലി ഒരു മ്യൂസിയം പോലെയാണ്. അതായത് ഇതുപോലുള്ള പ്രേതം കൂടിയ ഒരുപാട് പാവകളെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവർ ഈ അന്നാബെല്ല പാവയെ അവിടെ കൊണ്ടുചെന്ന ശേഷം ഇവരുടേതായിട്ടുള്ള കുറേ മന്ത്രങ്ങൾ ചൊല്ലി. മന്ത്രങ്ങൾ ചൊല്ലുക എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും റിച്വൽസ് ആയിരിക്കും, പ്രാക്ടീസ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ നടത്തിയ ശേഷം ഇവരവിടെ ഒരു ചില്ല് കൂട്ടിലിട്ട് വയ്ക്കുകയാണ് ഈ പാവയെ. നമുക്ക് ഇന്ന് എന്നാലും ആ പാവയെ അവിടെ കാണാൻ സാധിക്കും. ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങി, സീരിയൽ ഇറങ്ങി, നോവലുകൾ ഇറങ്ങി. കോഞ്ചറിങ് 1, 2, അന്നാബെല്ല ക്രിയേഷൻസ്, അന്നാബെല്ല കം ഹോം, ഇനി വരാൻ പോകുന്ന സിനിമയാണ്. അങ്ങനെ ഈ ഒരു വിഷയം നല്ല രീതിയിൽ തന്നെ ലോകത്ത് മൊത്തം പടർന്നു പിടിച്ചു. ഏതൊരു പ്രേതകഥ പോലെ ഈ ഒരു കാര്യം തെറ്റാണ്, ഈ ഒരു കാര്യം കള്ളമാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ശരിയാണ് എന്ന് വാദിക്കാൻ 2 വിഭാഗവും ഈ ഒരു കാര്യത്തിനുണ്ട്. അതെല്ലാത്തിനും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ കോൺസ്പിറസി തിയറികൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു തർക്കം നിലനിൽക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, അന്നാബെല്ലയുടെ പ്രേതം ഗുഡ് സ്പിരിറ്റ് ആണോ ബാഡ് സ്പിരിറ്റ് ആണോ എന്നുള്ളതാണ്.
അതായത് ചിലർ പറയുന്നു ഈ ഒരു പ്രേതം ആശ തീർക്കാനാണ് ഇവരുടെ കൂടെ കൂടിയതെന്ന്. അതായത് മരിക്കുന്നതിന് മുമ്പ് ഈ കൊച്ചിന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിച്ച് ഒരാശ തീർന്നില്ല. വേറവൻ പറയുന്നു മരിച്ച ശേഷം സ്വർഗത്തിൽ പ്രാപിക്കാൻ പറ്റാത്ത ദുരാത്മാക്കളാണ് പ്രേതങ്ങളായിട്ട് വരുന്നതെന്ന്. അപ്പോൾ ഈ രണ്ട് തർക്കങ്ങൾ വരെ ഇതിൻ്റെ പേരിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ വേറെ പ്രധാന സംഭവം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ പാവ ഈ മ്യൂസിയത്തിൽ കൊണ്ടുവച്ച ശേഷവും ചില സംഭവങ്ങളുണ്ടായി. അതായത് ഈ പാവ കാണാൻ ഒരു പെണ്ണും ചെറുക്കനും കൂടി വരുവാണ്, ഒരു യുവാവും തൻ്റെ ഗേൾഫ്രണ്ടും കൂടി വരുവാണ്. വന്ന ശേഷം ആ യുവാവ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പാവ വച്ചിരുന്നത് ഒരു ചില്ലുകൂട്ടിലാണ്. ഈ ചില്ലുകൂട് പൊട്ടിച്ച് ആ പാവയെ എടുക്കാൻ ശ്രമിക്കുവാണ്. ഇത് കണ്ടു നിന്നിരുന്ന മ്യൂസിയത്തിൻ്റെ നോക്ക് നടത്തിപ്പുകാർ ഇവരെ പുറത്താക്കിയാണ് ചെയ്തത്. ആ മ്യൂസിയത്തിൽ അത്രേ സംഭവിച്ചുള്ളൂ. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവർ ബൈക്കിൽ തിരിച്ചു പോകുന്ന വഴി, ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് ബൈക്കിൽ തിരിച്ചു പോകുന്ന വഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയാണ്. ആക്സിഡൻറ്റിൽ ഈ യുവാവ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ യുവാവ് ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചു. ആ പെൺകുട്ടിയാകട്ടെ ഈ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് 1 വർഷത്തോളമാണ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നത്, ബോധം പോലും ഇല്ലാണ്ട്. ചിലപ്പോൾ ഈ ഒരു കാര്യം വെറും കോയിൻസിഡൻസ് ആയിരിക്കാം, സ്വാഭാവികമായിട്ട് സംഭവിച്ചായിരിക്കാം. പക്ഷേ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ നമുക്ക് അങ്ങനെയും വായിക്കാം. വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഈജിപ്തിലെ പിരമിഡ് തുറക്കാൻ നോക്കിയ ഗവേഷകരുടെ അവസ്ഥയാണ്. അവിടെ ഫറവോ തുത്തൻഖാമൻ്റെ പിരമിഡ് തുറക്കാൻ നോക്കിയ ഗവേഷകർ ഇതുപോലെ പല ദുരൂഹ സാഹചര്യങ്ങളിലും മരിച്ചിട്ടുണ്ട്. ആക്സിഡൻ്റ് ആകട്ടെ അല്ലെങ്കിൽ വേറെ രീതിയാകട്ടെ ഒരുപാട് ഗവേഷകർ മരിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ആയിക്കൂടെ? ആയിരിക്കാം, അല്ലായിരിക്കാം. എന്തായാലും നമുക്കിതൊന്നെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ നമ്മളെ യുക്തിയിലിട്ട് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മേനോൻ സൈനിങ് ഔട്ട്.